കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ജേണൽ ബുക്ക് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. സത്യത്തിൽ ഈ സാധനത്തിന് ഈ പുറത്തുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, ഉള്ളിലുള്ളതൊന്നും ആരെയും കാണിക്കാൻ കൊള്ളത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ജേണലൊന്നും അല്ല എൻ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് അതേപടി എഴുതി വെക്കുന്ന ഒരു തരം പ്രത്യേക അസുഖമാണ് എനിക്കുള്ളത്. ഞാനിതേതാണ്ട് 2025 തുടങ്ങിയതാണ്. ഇപ്പം ഇത് ഏകദേശം തീരാറുമായിട്ടുണ്ട്. പണ്ട് തൊട്ടേ എനിക്ക് ഈ ജേണൽ പരിപാടി ഉണ്ട്. ഈ ഒരു ഡയറിക്കകത്തൊക്കെ ആയിരുന്നു ഞാൻ ജേണൽ ചെയ്തുകൊണ്ടിരുന്നത്. വർഷം അവസാനം ആകുമ്പം അടുത്ത വർഷത്തെ ഡയറി കിട്ടത്തില്ലേ, അതിൻ്റെ അകത്ത് എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ മാത്രം ഉത്ഭവിക്കുന്ന ഒരു പ്രത്യേക തരം അസുഖമായിരുന്നു ഈ ഡയറി എഴുതുക എന്നുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാട്ടായിരിക്കാം, ചിലപ്പം അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആൻസറിൽ ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയായിട്ട് പഠിച്ച ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കാം. അതൊക്കെയാണ് ഞാൻ അന്ന് എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നതിന് വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റമൊന്നുമില്ല. ഡയറിക്ക് മാറ്റം വന്ന് ജേണൽ ബുക്ക് ആയെന്നേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് എഴുതുന്ന എനിക്കും എൻ്റെ സ്വഭാവത്തിനും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മടിപിടിച്ചിരിക്കരുത്, പഠിക്കണം, വല്ല ജോലിയും വാങ്ങിക്കണം, നമ്മളെ നോക്കാൻ ആരും കാണത്തില്ല, നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഉണ്ടാവൂ എന്നൊക്കെ. കാരണം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ എപ്പോഴും ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് അല്ലറ ചില്ലറ എസ്തറ്റിക് ആൻഡ് ക്യൂട്ടൊക്കെ ആക്കാൻ നോക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സെറ്റ് ആവത്തില്ല. എൻ്റെ ജേണലിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിങ്ങനെയൊക്കെയാണ് ജേണൽ ചെയ്യുന്നത്. ഇതേപോലെ ജേണൽ ചെയ്യുന്ന ഞാൻ മാത്രമേ കാണത്തുള്ളായിരിക്കാം. അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ ഇതുപോലെ ജേണൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കാരണം നമുക്ക് ഒരേ സ്വഭാവം ഉള്ളവരെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.